ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. കാർഷിക മേഖല ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരുവാൻ സാധിച്ചതെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധിച്ചെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ഇന്ന് കോതമംഗലം TBയിൽ പറഞ്ഞു. പൊതുവായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട്, കാർഷിക മേഖലയുടെ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം വികസന പദ്ധതികൾ ഞാൻ നീട്ടിപ്പരത്തി സംസാരിച്ച് കടന്നു പോകുന്നില്ല. എന്നിരുന്നാലും ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട് ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ 2 അസംബ്ലി സെഗ്മെന്റുകളാണ് കോതമംഗലവും മൂവാറ്റുപുഴയും. അപ്പോൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത വിധത്തിലുള്ള വികസന പുരോഗതിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അതിനുവേണ്ടി നല്ല നിലയിലുള്ള പരിശ്രമം നടത്തിയെടുക്കുവാനും അതിന് എല്ലാവരുടെയും ഒരു കൂട്ടായ പിന്തുണ ആർജിക്കുവാനും സാധിച്ചു എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കാർഷിക മേഖലയിലും മറ്റു പൊതുരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ചരിത്രത്തിലുണ്ടാകാത്ത വികസന പദ്ധതികളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞതെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. കോതമംഗലം, കവളങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനകൽ, ബാബു ഏലിയാസ് എന്നിവരും എം പിക്കൊപ്പമുണ്ടായിരുന്നു. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു.